തിരുവചനം തിരുമതിൽ എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇന്ന് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം നീ നടത്താവേ. ഞങ്ങളുടെ ദിവാത്സലമായ ശേഷനാഥ ഡെങ്കിലായസിൽ ഇത്രത്തോളം നീ വഴി നടത്തിയ നന്മൾക്കാർ നന്ദിയോട് സ്തോത്രം കർത്താവ്. ഒരു പുതുമാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വനപ്രഭാൽക്കാർ നന്ദിയോട് സ്തോത്രം. കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവെ അവിടുന്ന് തൻ്റെ ജനത്തെ ബലപ്പെടുത്തത്തക്കോണം യുവജനങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബലഹീന അടിയനെ കർത്താവെ അങ്ങയുടെ ബലത്താൽ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അടിയൻ്റെ ശബ്ദത്തോടും കണ്ടത്തോടും വാക്കുകളോടും വചസ്സോടും ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകിച്ചും ജനം അങ്ങയുടേതാണ്, വചനം അങ്ങയുടെ അടിയനാണ് കർത്താവെ. അങ്ങയുടെ കൃപയുടെ നിറവിൽ കർത്താവ് വചനം ലളിതമായി ധനത്തിലെത്തിക്കുവാനും ഈ വചനത്തിൽ ഞങ്ങൾ ബലപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പ്രത്യാശയോടെ പുതിയ ദർശനത്തോടെ ഓരോ ശുശ്രൂഷയിലും കർത്താവ് ഞങ്ങൾ മുന്നേറത്തക്കോണം അവിടുന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊള്ളണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഒരു പുതിയ ആഴ്ചയിലൊക്കെ കടന്നു വന്ന് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഥാർത്ഥമായി എന്താണ് നമുക്ക് അനുഭവമാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്? നാം ഇപ്രകാര കാര്യങ്ങളിലൊക്കെ പങ്കുചേരുമ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിനൊത്തവണ്ണം നമുക്കത് അനുഭവമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ള ഒരു ജീവിതമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പരിശുദ്ധാത്മാവ്? തൃത്വത്തിൽ മൂന്നാമൻ എന്ന് പറയുമ്പോൾ തന്നെ പിതാവിനോടും പുത്രനോടും തുല്യമായി വന്ദിക്കപ്പെടുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യപ്പെടുന്ന തൃത്വത്തിൻ്റെ മൂന്നാം വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിത്വം എന്ന് പറയുവാൻ കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യത്തിലും വഴി നടത്തുമെന്ന് വ്യക്തമായി, ഒരു കാര്യസ്ഥൻ്റെ രീതിയിൽ വഴി നടത്തുമെന്ന് വ്യക്തമായി കർത്താവ് പറയുമ്പോൾ, ഒരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഒരു കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നമ്മുടെ പ്രവർത്തന മേഖലകൾക്ക് മാറ്റം വരുത്തുക മാത്രമല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, എങ്കിലും ഉറപ്പും ധൈര്യത്തിൻ്റെയും ഒരു ആത്മാവ് കൂടിയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് കാണാൻ ഇരിക്കുന്നതും അതുതന്നെയാണ്, ഉറപ്പും ധൈര്യവും. എത്രയോ ക്രൈസ്തവ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രതിസന്ധികളുടെയും വേദനകളുടെയും കഷ്ടത്തിൻ്റെയും താഴ്വരയിൽ കടന്നു പോകുന്നു. അവരെ ആക്രമിക്കപ്പെടുന്നു, അവരെ പ്രതിസന്ധികളിലാക്കുന്നു. എത്രയോ ദേവാലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരൊറ്റ ശബ്ദം പോലും ഉയരുന്നതായി നാം കാണുന്നില്ല. നാം കർത്താവിൻ്റെ ശിഷ്യന്മാരായി ജീവിച്ച ശിഷ്യഗണങ്ങളെ നാം നോക്കുമ്പോൾ ഭയത്തോട് ഇരുന്നൊരു കാലയളവുണ്ട്. കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അവർ ഒരു മുറിയിൽ തന്നെത്താൻ പൂട്ടിയിരുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം പുറത്തിറങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്ന്, ആരെ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു ഭയപ്പാടിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മധ്യേ കടന്നു വന്ന് അവരോട് പറയുമ്പോൾ, നിങ്ങൾക്ക് സമാധാനം. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഊതിക്കൊണ്ട് പറയുന്ന, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി പുറത്തു ചെന്ന് പ്രവർത്തിക്കുവാൻ പറയുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണ് പിന്നെ നാം കാണുന്നത്. അതുമാത്രമല്ല, പത്രോസും അവനോടൊപ്പം ഉള്ള അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും കർത്താവിൻ്റെ ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ആക്കി കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് നാം കാണുന്നത് ഉറപ്പും ധൈര്യത്തോടെയുള്ളൊരു പ്രവർത്തനമാണ്. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എപ്രകാരം ഭയത്തോടെ ജീവിച്ച ശിഷ്യഗണങ്ങൾ ഇപ്പോൾ ധൈര്യത്തോട് സംസാരിക്കുന്നെന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 5:29 ഇപ്രകാരമാണ് പറയുന്നത്. അതിന് പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെയാകുന്നു അനുസരിക്കേണ്ടത്. ഞങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെ ആണ് അനുസരിക്കേണ്ടത്. നാം അല്പ ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ പ്രവർത്തനം നാം ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിനെ സമനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ കർത്താവിനോട് കൂടെയുള്ള അനേക ശിഷ്യന്മാർ ഓടി മറിഞ്ഞപ്പോൾ പത്രോസ്ലീഹ കർത്താവിനെ എവിടേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ നോക്കിയിട്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ആ തള്ളിപ്പറയുകയും ഓടിപ്പോയും ഭയത്തോടെ മുറിക്കുള്ളിൽ
ഇരുന്ന ശിഷ്യഗണങ്ങളാണ് ഇന്ന് ഇവിടെ ഉറപ്പും ധൈര്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെയാകുന്നു അനുസരിക്കേണ്ടത്. അത് ഇത്രമാത്രം ഉറപ്പും ധൈര്യം കിട്ടുവാനുള്ള കാരണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ സാന്നിധ്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതം നാം ഒന്ന് നോക്കണം. നാം ആ പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥന്റെ ഉറപ്പും ധൈര്യവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? നമ്മുടെ ചുറ്റും അരുതാത്തത് നടക്കുമ്പോൾ, നീതിയില്ലാത്തത് നടക്കുമ്പോൾ നാം അവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് വളരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് ചലനാത്മാവായ ഒരു ആത്മാവാണ്. അത് ഉറപ്പും ധൈര്യത്തിൻ്റെ ആത്മാവാണ്. നീതിയില്ലാത്തടത്ത് നീതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ആത്മാവാണ്. പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവരുടെ മധ്യത്തിൽ ഉറപ്പും ധൈര്യമായി അവരെ വീണ്ടെടുക്കുന്ന ഒരു ആത്മാവാണ്. ഞാൻ മുൻപോട്ട് വായിക്കട്ടെ. അതിൻ്റെ 5:27 28 വായിക്കുമ്പോൾ, അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപസംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരെ ചോദ്യം ചെയ്തു. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കർശനമായി കൽപ്പിച്ചിട്ടില്ലയോ? നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഈ അപ്പോസ്തല പിതാക്കന്മാരെ ഇപ്രകാരം കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുവാൻ ഇടയാക്കുന്നതെന്നൊന്ന് പശ്ചാത്തലം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:18 വായിക്കുമ്പോൾ, പിന്നീട് അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ ഉപദേശിക്കുകയരുത് എന്ന് കൽപ്പിച്ചു. ഇവിടെ 4:18 അത് പറയുന്ന കാര്യമാണ്. ഇവിടെ 5:28 പറയുന്ന, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെ ഒന്നും സംസാരിക്കരുതെന്ന്. ആ 4:18 പറയുവാനുള്ള കാര്യം അതിൻ്റെ 19-20 വായിക്കുമ്പോൾ, അതിന് പത്രോസും യോഹന്നാനും ഉത്തരം പറയുന്ന കാര്യമാണ്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവരെന്താണ് കണ്ടും കേട്ടതും? കർത്താവിനോടൊപ്പം വസിക്കുകയും കർത്താവിനോടൊപ്പം പ്രവർത്തിക്കുകയും കർത്താവ് ചെയ്ത പ്രവർത്തനങ്ങൾ കാണുകയും കേൾക്കുകയോ അനുഭവമാക്കിയ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇത് നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കഴിഞ്ഞുള്ള പ്രവർത്തനമായി. ഇതിനൊക്കെ ഒരു കാരണം ഒരു മുടന്തനായവനെ സൗഖ്യമാക്കിയത് കൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 3:6 അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞു. വർഷങ്ങളായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തനെയാണ് ഇവര് എഴുന്നേൽപ്പിക്കുന്നത്, സൗഖ്യമാക്കുന്നത്. അപ്പോൾ ആ ദേശത്തുള്ളവർക്കൊക്കെ ഈ വ്യക്തിയെ വ്യക്തമായി അറിയാം. കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോട് പ്രസംഗിച്ച് അത് കഴിഞ്ഞ് യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വർഷങ്ങളായി ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുൻപിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഇവരോട് ഭിക്ഷ യാചിക്കുമ്പോൾ ഇവരവനെ നോക്കി പറയുന്നതാണ്. പത്രോസ്ലിയ നോക്കി പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ദേവാലയ പരിപാടിക്കൽ വെച്ചാണ് ഈ കാര്യം പറയുന്നത്.
അപ്പോൾ അവിടെ എത്രയോ ജനക്കൂട്ടമുണ്ടായിരിക്കും. ആ ജനമധ്യത്തിൽ ഇവനെ വർഷങ്ങളായി ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നെന്ന് പറയുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. അവൻ ജന്മനാൽ മുടന്തനായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനൊരു വ്യക്തിക്ക് പത്രോസ്ലീഹ അല്ലെങ്കിൽ അപ്പോസ്തല പിതാക്കന്മാരുടെ പ്രവർത്തനം അവിടെ കാണുമ്പോൾ ജനമധ്യത്തിൽ വലിയൊരു വിവാദമാണ് സൃഷ്ടിക്കുന്നത്. ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവുണ്ടെന്നാണ് അവിടെ കാണിക്കുന്നത്. മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കത്തക്കോണം ശക്തനാണെന്നും അത് ഈ അപ്പോസ്തല പിതാക്കന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരത്തൂടെ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അവിടെ അനേകർക്ക് അത് അത്ഭുതമായി കാണുവാനും അനേകര് ഇവരെ പിന്തുടർന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അതിലേക്ക് കടന്നു വരുവാനും ഇടയാക്കിക്കൊണ്ടിരുന്നു. ആ കാലത്ത് കേൾക്കുന്നവര് മറ്റുള്ളവരോട് പറയുകയും ദേവാലയം തിങ്ങിക്കൂടുന്ന അവസ്ഥകളായി മാറിയപ്പോൾ അത് സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നാം മനസ്സിലാക്കുന്നത്. അവിടെ അപ്രകാരമായപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും പ്രതിസന്ധികളിലാക്കണമെന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് നാം വായിച്ചത് ആ 19-20 പറയുമ്പോൾ, അതായത് അവരെ വിളിച്ച് താക്കീത് നൽകി പറഞ്ഞു വിടുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്കിത് പ്രസ്താവിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന കാര്യമല്ല, കാരണം ഞങ്ങളുടെ അനുഭവമാണ് ഇത്, ഞങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ്. കർത്താവ് എപ്രകാരമാണ് പ്രവർത്തിച്ചത്, കർത്താവ് എപ്രകാരമാണ് വിടുവിച്ചത്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും അതാണ്. ലോകത്തിൽ മധ്യത്തിൽ കടന്ന് അനേകർക്ക് സൗഖ്യവും സാന്ത്വനവും അവൻ്റെ സുവിശേഷം എത്തിക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ അവർ ഭയപ്പാടില്ലാതെ പ്രവർത്തിച്ചപ്പോൾ അവരെ ബന്ധിതമായി വെക്കുവാൻ കഴിയാതെ അവരെ വിട്ടയക്കുകയാണ്. ആ വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ അവർ മറ്റ് ശിഷ്യന്മാരോടും വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുക മാത്രമല്ല, അത് പറഞ്ഞു കഴിയുമ്പോൾ നാം അവിടെ 24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതായത് അവർ ഒരുമിച്ചിരുന്ന് ഐക്യതയോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നുപോയ പ്രതിസന്ധികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. അത് ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തി 4:29-30 വായിക്കുമ്പോൾ, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികൾ നോക്കണമേ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടിയിരിക്കുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും തന്നെ അവര് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവയായ ദൈവം തൻ്റെ പ്രവാചകന്മാരോട് സംസാരിച്ച കാര്യത്തിൻ്റെ നിറവേറ്റം കഴിഞ്ഞിട്ടും ഇന്നും ആ ജനം കർത്താവിനെയോ കർത്താവിൻ്റെ പ്രവർത്തനത്തെ സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചാലേ മതിയാവൂ. ദൈവിക സാന്നിധ്യം അവർക്ക് വേണം. അവരെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തിയെങ്കിലും അവർ ഇപ്രകാരം ഒരു പ്രതിസന്ധിയിൽ കടന്നുപോയപ്പോൾ അവർ ഭയപ്പെട്ട് മാറിയിരിക്കുകയല്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിന് മുൻപ് അവർ വേറിട്ടിരുന്ന ഒരു മുറിക്കുള്ളിൽ അവരെ തന്നെ അടച്ച് പൂട്ടിയിരുന്ന ഒരു കാലയളവിലല്ല ഇന്ന് അവർ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ആ ഉറപ്പും ധൈര്യത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഇപ്രകാരം ഒരു പ്രതിസന്ധിയിൽ കടത്തിവിട്ടപ്പോൾ ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന ഒരു മനസ്സോടെ ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യം പറയുന്നുണ്ട്. നിന്റെ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ കാര്യമൊക്കെ നിറവേറ്റാൻ ഇടയാക്കി. അവരെ ആ കാലയളവിൽ യേശുവിനെ സ്വീകരിക്കാത്ത ജനമധ്യത്തിൽ ഇന്ന് അവർ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം ഇനിയും സഫലമാകണമെങ്കിൽ പറയുന്നത്, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികൾ നോക്കണമേ, നിന്റെ വചനം പൂർണ്ണധൈര്യത്തോട് പ്രസ്താവിക്കുക, നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. നാം പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്നും നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ പലപ്പോഴും ദൈവവചനം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രസ്താവിക്കുവാൻ കഴിയാത്തൊരു കാലയളവിലാണ്
നമ്മുടെ രാജ്യം മറ്റനേക രാജ്യങ്ങൾ കടന്നു പോകുന്നത്. ക്രൈസ്തവ മതത്തെ എപ്രകാരം തകർക്കുവാനെന്നുള്ള ചിന്തകളോടെ പ്രവർത്തിക്കുന്ന ജനമധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദേവാലയങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കും, ഈ സ്വാതന്ത്ര്യം എനിക്കുണ്ടായി, മറ്റുള്ളവരുടെ കാര്യം ഞാൻ ചിന്തിക്കുക. ഇല്ല സഹോദര, നിന്നെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുവാനാണ്. ഒരു ക്രൈസ്തവ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതും കർത്താവിനെ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ ദൗത്യം മറ്റുള്ളവരെ പറ്റി കരുതുന്നവരായിരിക്കണം, മറ്റുള്ളവരെ പറ്റി വേദനയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നവരായി തീരണം. അല്ലാതെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് ഒരു ഭവനത്തിനുള്ളിൽ സുരക്ഷിതമായി ജീവിക്കുന്നെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സുരക്ഷിതത്തിന് കോട്ടം വരുന്ന കാലയളവിലേക്കാണ് ഞാനും നിങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് നമുക്കായി ജീവൻ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്കായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ആ കർത്താവ് ഈ സമയത്ത് നമ്മളെ വിളിക്കുന്നത് മടങ്ങി വരിക, ഉറപ്പും ധൈര്യമുള്ളവരായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ കൂടെ വസിക്കത്തക്കോണം നടക്കുമ്പോൾ നിങ്ങൾ അവനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ നിമിഷം വരെ വന്നിട്ടില്ല, എന്നെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിനെ സ്വീകരിക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അവകാശികളായി മാറുവാൻ ഇടയാകും. അപ്പോൾ കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണമായി കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിൻ്റെ മഹത്വത്തിനായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരണമെന്നാണ്. ഇവിടെ അപ്രകാരം അപ്പോസ്തല പിതാക്കന്മാരുടെ ജീവിതം നാം നോക്കുമ്പോൾ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഓടിപ്പോവുകയല്ലായിരുന്നു, അവർ ഒരുമിച്ചിരുന്ന് ഐക്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 4:31 വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ സാക്ഷികളായി ധൈര്യത്തോടെ വചനം പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞിരിക്കുന്നെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരായിരിക്കും, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് പ്രവർത്തിച്ചവരായിരിക്കും. പക്ഷേ ഇന്ന് എനിക്കും നിങ്ങൾക്കും അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ കുറവ് വന്നിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കി. നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഇപ്രകാരം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമ്മളെ ഒരുക്കുവാൻ കഴിയുമോ എന്നൊന്ന് ചിന്തിക്കണം. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനാണ്, ദൈവം നമ്മുടെ കൈപിടിച്ച് കൂടെ നടക്കുന്നവനാണ്. അതിനാണ് ദൈവം നമുക്ക് കാര്യസ്ഥനെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിത യാത്രയിൽ ഏകമായി തളർന്നു പോകുവാനല്ല, എങ്കിലും ഉറപ്പും ധൈര്യമുള്ളായി കർത്താവിന് വേണ്ടി സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ വഴി നടത്തുന്നത്. ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവെന്ന നൽവരത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. ആ നൽവരത്തിൻ്റെ കുറവ് വരണമെങ്കിൽ കർത്താവുമായിട്ട് ബന്ധത്തിൽ എവിടെയോ കുറവ് വന്നിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ അപ്പോസ്തല പിതാക്കന്മാരെ പോലെ നമുക്കൊരുമിച്ച് സഭയായ ശുശ്രൂഷകളായി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവെ, നിന്റെ വചനം ധൈര്യമത്തോടെ സാക്ഷീകരിക്കുവാൻ, നിന്നെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തത്തക്കോണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുവാൻ കഴിയുമെന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഇന്ന് കാലത്തിൻ്റെ ആവശ്യം അതാണ്. അന്ത്യകാലത്തിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ പ്രതിയോഗി എല്ലാ തന്ത്രങ്ങളും മെനയുമ്പോൾ ആ തന്ത്രങ്ങളെ തച്ചുടച്ചുകൊണ്ട് മുന്നേറണമെങ്കിൽ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകമാണ്. അപ്പോസ്തല പ്രവൃത്തി 5:17-18 വായിക്കുമ്പോൾ, അപ്പോൾ മഹാപുരോഹിതനും അവന്റെ പക്ഷക്കാരായ സാദൂക്യരും അസൂയ നിറഞ്ഞവരായി തീർന്നു. അവർ അപ്പോസ്തലന്മാരെ ബന്ധിച്ച് പൊതു തടവിലാക്കി. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവര് ദൈവത്തിൻ്റെ കൽപ്പനകളും
ദൈവത്തിൻ്റെ നിയമങ്ങളും ഒക്കെ വായിച്ച് പഠിച്ച് ജീവിക്കുന്നെന്ന് അവരെ തന്നെ ലോകമുൻപിൽ കാണിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രവർത്തനം അവർക്ക് വഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ. കാരണം അവരുടെ പ്രാർത്ഥനയിലോ പ്രവർത്തനത്തിലോ ഒരുവിനൊരു നന്മ ചെയ്യുവാൻ കഴിയുന്നില്ല. കർത്താവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത് മറ്റുള്ളവരുടെ വേദനയിലേക്ക് കടന്നു വന്ന് അവർക്ക് സ്വാതന്ത്ര്യവും സമാധാനം വിടുതലും അനുഭവമാക്കുവാൻ വേണ്ടിയായിരുന്നു. അത് ചെയ്യാൻ കഴിയാതെ അസൂയ കാരണമാണ് അവരെ ബന്ധിക്കുവാൻ ഇടയാകുന്നത്. അതിൻ്റെ 19 വായിക്കുമ്പോൾ, എന്നാൽ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിന് വേണ്ടി യഥാർത്ഥമായി നമ്മുടെ ജീവിതം സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറവിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലും കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ വിടുവിക്കത്തക്കോണം ശക്തനായ കർത്താവാണ് എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നത്. ഇവിടെ അത് തന്നെയാണ് നാം കാണുന്നത്. കർത്താവ് അവരെ വിടുവിക്കുക മാത്രമല്ല, അവരൊരു ദൗത്യം കൂടെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ 5:20 വായിക്കുമ്പോൾ, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനങ്ങളെല്ലാം ജനത്തോട് പ്രസ്താവിക്കുവിൻ എന്ന് പറഞ്ഞു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനം നാം കാണുന്നത്. എന്നെയും നിങ്ങളെയും ഇപ്രകാരം ഒരു കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ കടത്തിവിട്ട് അവിടുന്ന് വിളിച്ചാൽ, കർത്താവെ, ഇനി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോട്ടെ, ഇനി ഒരു പ്രാവശ്യം കൂടെ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നുള്ള ചിന്തയെങ്കിലും കടന്നു വരും, പറഞ്ഞില്ലെങ്കിൽ പോലും. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരിച്ച് ദേവാലയത്തിൽ കടന്നു എന്ന് അവരുടെ ജീവിതാനുഭവം കേട്ടതും കണ്ടതും മനസ്സിലാക്കിയുമായ സത്യം പറയുവാൻ വേണ്ടിയാണ്. അതാണ് ആവശ്യം. ദേവാലയങ്ങളിൽ കടന്നു എന്ന് തിരുമേശകൾ സംബന്ധിച്ച് ഭവനത്തിൽ കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നാം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പെരുന്നാൾ കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തീരണം. അത് സാക്ഷ്യമായി തീരണമെങ്കിൽ കർത്താവിൻ നമുക്ക് കാര്യസ്ഥനായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. ആ പ്രകാരം കടന്നു വരണമെങ്കിൽ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ, നമ്മുടെ പഴയത് കടന്നുപോയി നമ്മുടെ ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും വാക്കുകൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്രകാരം ഒരു മാറ്റം കടന്നു വരുമ്പോഴാണ് യഥാർത്ഥമായ കർത്താവിൻ്റെ വലിയ സാക്ഷികളായി ജീവിക്കുക മാത്രമല്ല, കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 5:25-26 വായിക്കുമ്പോൾ, അപ്പോൾ ഒരുവൻ വന്ന് നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്ന് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. പടനായകൻ ഉദ്യോഗസ്ഥരുമായി ചെന്ന് ജനം തങ്ങളെ കല്ലെറിയുമെന്ന് ഭയപ്പെട്ടിരുന്നുകൊണ്ട് ബലപ്രയോഗം കൂടാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവരെ കാരാഗ്രഹത്തിലൊക്കെ അടച്ചിട്ട് പോയി. പക്ഷെ കർത്താവ് അവരെ വിടുവിച്ചതൊന്നും ഇവരറിഞ്ഞില്ല. പിറ്റേ ദിവസം കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ കാണുന്നില്ല. ആ കാണാതെ എവിടെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർ ദേവാലയത്തിൽ നിന്ന് ഉറപ്പും ധൈര്യത്തോടും പിന്നെയും കർത്താവിനെ സാക്ഷീകരിക്കുന്നത്. അവരെ സാക്ഷീകരിക്കുന്ന സ്ഥലത്തു നിന്ന് അവരെ തിരിച്ച് മഹാപുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അവിടെ കടന്നുപോയി നാം മുമ്പ് വായിച്ചതുപോലെ അവർ നിഷ്കർഷിക്കും, നിങ്ങൾ ഇതൊന്നും പറയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം അവർ നൽകിയിരിക്കുന്ന ആ ഉത്തരവൊന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 5:29-32 വരെ. അതിന് പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെയാകുന്നു അനുസരിക്കേണ്ടത്. നിങ്ങൾ ക്രൂശിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവുമായും തന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതകൾക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. സാക്ഷികളുമാകുന്നു.
അപ്പോൾ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്നത് ചിന്തിക്കണം. നമുക്ക് അപ്രകാരം ഉറപ്പും ധൈര്യത്തോടെ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് ലോകത്തിൻ്റെ ചുറ്റും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലയളവിലാണ് കടന്നു പോകുന്നത്. ക്രൈസ്തവ സമൂഹം ഏറ്റവും പീഡിപ്പിക്കുന്ന ഒരു കാലയളവിലാണ് കടന്നു പോകുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷികളായി ഉയർത്തെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന കാലയളവിലേക്കാണ് നാമും നിങ്ങളും വന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസിദ്ധാംനാഥ, ഞങ്ങളുടെ കൃപയുടെ സാന്നിധ്യത്താൽ എത്രത്തോളം ഞങ്ങളെ നിലനിർത്തിയാലായി നന്ദിയോട് സ്തോത്രം കർത്താവേ. അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണം എൻ്റെ കൃപയിൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് നല്ലവനും വല്ലവനും വാക്കുമാറാത്ത ദൈവമായിരിക്കുന്ന സ്തോത്രം, നീ വാഗ്ദത്തിൽ വിശ്വസ്തനായിരിക്കുന്ന നന്ദിയുടെ സ്തോത്രം കർത്താവേ. അങ്ങയുടെ ഉയർപ്പിൽ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കർത്താവേ, അതിൻ്റെ നിറവിൽ കർത്താവ് ഉറപ്പും ധൈര്യമുള്ളവരെ പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കാലയളവിൽ കർത്താവേ, ഞങ്ങളെ തന്നെ അപ്രകാരം പ്രവർത്തിക്കത്തക്കോണം ഇടയാക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന മക്കളെ എൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ കാര്യസ്ഥൻ്റെ വലിയൊരു അനുഭവം ഉള്ളവാകത്തക്കോണം അങ്ങ് പ്രവർത്തിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.